എന്തായാലും ഇത് നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കോണ്ടാക്ട് വെച്ചൊക്കെ നോക്കി. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഖത്തറിലെ അവസാന ദിവസമായി ഇന്ന് ലുസൈൽ സിറ്റി കണ്ട ശേഷമാണ് നമ്മൾ നാഷണൽ മ്യൂസിയത്തിലേക്ക് വരുന്നത്. സന്ധ്യയായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളവിടെ എത്തുമ്പോഴേക്കും മ്യൂസിയം അടച്ചിരിക്കാം. എന്നാലും നല്ല അടിപൊളി ആർക്കിടെക്ചറാണ് ആ ബിൽഡിങ്ങിന്. നമുക്കത് കാണാതിരിക്കാൻ പറ്റത്തില്ല. അതുകൂടെ കണ്ടിട്ടേ തിരിച്ചു പോവുള്ളൂ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. നല്ല പ്ലാനിങ്ങോടെയും വളരെ മനോഹരമായിട്ടുമാണ് ഈ ഏരിയയുടെ ഡിസൈൻ. കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ചെറിയ പാർക്കും ഇവിടെ അടുത്തുണ്ട്. അതിൻ്റെ കൂടെ ഷോപ്പുകളും ടോയ്ലറ്റ് സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഡെസേർട്ട് റോസിൻ്റെ മാതൃകയിലാണ് ഈ ബിൽഡിംഗ് നിർമ്മിച്ചിരിക്കുന്നത്. മരുഭൂമികളിൽ കാണപ്പെടുന്ന ഒരു പ്രകൃതിദത്ത ക്രിസ്റ്റലാണ് ഡെസേർട്ട് റോസ്. വല്ലപ്പോഴും മഴ പെയ്യുന്നതും പിന്നെ മരുഭൂമികളിലൊക്കെയാണ് ഡെസേർട്ട് റോസ് അഥവാ മരുഭൂമിയിലെ റോസാപ്പൂ എന്ന ഈ ക്രിസ്റ്റൽ ഫോർമേഷൻ ഉണ്ടാവുന്നത്. ഈ മണലിലുള്ള വെള്ളം ഉണങ്ങുമ്പോഴോ അല്ലെങ്കിൽ നീരാവിയായിട്ട് പോകുമ്പോൾ അത് ജിപ്സം പോലുള്ള ധാതുക്കളെ പിന്നിൽ ഉപേക്ഷിക്കുന്നു. അവയങ്ങനെ പറ്റിപ്പിടിച്ചൊരു റോസാപ്പൂവിൻ്റെ ഇതൾ പോലെ ഫ്ലാറ്റായിട്ട് ഈ മണ്ണിൽ കാണപ്പെടും. വല്ലപ്പോഴും വെള്ളം വന്ന് പോകുന്നിടത്താണ് ഇത് കൂടുതൽ ഉണ്ടാകുന്നത്. ആ ഡെസേർട്ട് റോസിൻ്റെ ഡിസൈനിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ഖത്തർ നാഷണൽ മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത്. ഖത്തറിൽ പലയിടത്തും ഡെസേർട്ട് റോസ് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റൽസ് പോലെ തോന്നുന്ന പല ഡിസ്കുകൾ കൂടിച്ചേർത്ത് വെച്ചേക്കുന്ന പോലെയാണ് മ്യൂസിയത്തിൻ്റെ ഡിസൈൻ. കെട്ടിടത്തിൻ്റെ ഉൾഭാഗത്തൊക്കെ തണൽ നൽകാനും പിന്നെ ഈ സ്ട്രക്ചറിൻ്റെ ഭാരം താങ്ങാനും ഈ ഡിസ്കുകൾ സഹായിക്കുന്നു. മ്യൂസിയത്തിൽ നിങ്ങൾക്ക് ഒരുപാട് പുരാവസ്തുക്കൾ കാണാൻ കഴിയും. പിന്നെ ഖത്തറി ചരിത്രത്തിൻ്റെ ശബ്ദങ്ങളും ഗന്ധങ്ങൾ, ചിത്രങ്ങൾ, സിനിമകൾ എന്നിവ അനുഭവിക്കാൻ കഴിയും. ഈ മ്യൂസിയത്തിൽ 220 സീറ്റുകളുള്ള ഒരു തിയേറ്ററും ഗവേഷണ മുറികളും റെസ്റ്റോറൻറ്റുകളും കഫേയും കുറച്ച് കടകളും പിന്നെ പഠിക്കാനുള്ള ഏരിയയൊക്കെ ഉണ്ട്. നിങ്ങളിവിടെ വരികയാണെങ്കിൽ എല്ലാ ഗാലറികളും കാണാൻ ശ്രമിക്കുക. കാറിൻ്റെ ഗാലറികൾ വരെയുണ്ട്. 50 ഖത്തർ റിയാലാണ് ടിക്കറ്റ് ചാർജ്. ഈ കാറുകൾ നോക്കൂ, ഇത് ശരിക്കും നമുക്ക് മിസ്സായി. നമ്മൾ വരാൻ വൈകിയതിനാൽ മ്യൂസിയത്തിനുള്ളിൽ കയറാൻ കഴിയില്ല. എന്നിരുന്നാലും നമുക്ക് കെട്ടിടത്തിന് ചുറ്റും കറങ്ങി നടക്കാം. എന്തോ പ്രോഗ്രാം ഇവിടെ നടക്കാൻ പോവുകയാണ്. അത് ആരംഭിക്കുന്നതിന് മുന്നേ നമുക്ക് ചുറ്റിക്കറങ്ങി കാണാം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നാഷണൽ മ്യൂസിയത്തിൽ കയറാൻ പറ്റത്തില്ല. എന്തായാലും ഇത് നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് കോണ്ടാക്ട് വെച്ചൊക്കെ നോക്കി. രണ്ട് മണിക്കൂർ എടുക്കണമെന്ന് പറയുന്ന നീണ്ട നിവർന്ന് കിടക്കുക. കുറേ ഉണ്ട്. അവിടെ മറ്റൊരു സ്റ്റേഡിയം, വേൾഡ് കപ്പ് നടന്ന വേറെ സ്റ്റേഡിയം അവിടെ ഉണ്ട്. സൂര്യൻ അസ്തമിക്കുകയാണ്. ഇവിടെ നിന്നുള്ള സൺസെറ്റും വളരെ മനോഹരമാണ്. അങ്ങനെ ചുറ്റി നടക്കുമ്പോഴാണ് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നതുകൊണ്ട് എല്ലാവരോടും പുറത്തിറങ്ങണമെന്ന് ഓഫീസർമാർ ആവശ്യപ്പെടുന്നത് കണ്ടത്. അതിനാൽ നമ്മൾ വീണ്ടും സൂക്കിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. ഒന്ന് ഫ്രഷ് ആവാനും അത് കഴിഞ്ഞ് നല്ല അടിപൊളി ഒരു ഡിന്നർ കഴിക്കാൻ പോകാനാണ് പ്ലാൻ. ഖത്തറിലെ ഞങ്ങളുടെ അവസാന രാത്രി ആസ്വദിക്കാനുള്ള സമയമായി. നമ്മൾ നേരെ പോയത് ദമാസ്ക 1 എന്ന സിറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഒതൻറ്റിക് സിറിയൻ ഫുഡാണ് ഇവിടുത്തെ. നല്ല മനോഹരമായ ഒരു പഴയ കെട്ടിടത്തിലാണ് ഈ റെസ്റ്റോറൻറ്റ് സ്ഥിതി ചെയ്യുന്നത്.
പലപ്പോഴും നടന്നു പോകുമ്പോൾ ഈ ബിൽഡിംഗ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ തീരുമാനിച്ചതാണ് ഇവിടെ വരണമെന്ന്. ഹൂക്കോക്കിഫിൽ നല്ല തിരക്കുണ്ട്, ഈ കടയിലും നല്ല തിരക്കുണ്ട്. ഞങ്ങൾ മുകളിലെ വരാന്തയിൽ ഒരു ടേബിൾ ആവശ്യപ്പെട്ടു. ഭാഗ്യത്തിന് നമുക്കത് കിട്ടി. ഈ തെരുവുകളിലെ ജീവിതം ആസ്വദിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. നമ്മളതൊരു ചെറിയ സ്റ്റാർട്ടറും ഒരു മീറ്റ് കബാബും, ഇത് കുറേ മീറ്റുകളുള്ള കബാബ്, പിന്നെ ഒതൻറ്റിക് സിറിയൻ ഫുഡായ ലാം ഷഖറിയെ ആണ് ഓർഡർ ചെയ്തത്. ഇതിൻ്റെ പേരിങ്ങനെയാണോ പറയുന്നത് എനിക്കറിയത്തില്ല. നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഫുഡ്. പിന്നെ അപാര ടേസ്റ്റും, ഒരു രക്ഷയില്ല, കിഡിലും ഫുഡ്. നമ്മൾ വയറ് നിറച്ച് ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് കുറച്ച് സ്വീറ്റ്സ് കഴിച്ചാലോ? വയറ് നന്നായി നിറഞ്ഞതുകൊണ്ട് ചെറിയൊരു ക്ഷീണം തോന്നുന്നുണ്ട്. അങ്ങനെ നടന്ന് നീങ്ങിയപ്പോഴാണ് ഒരു സ്വീറ്റ്സ് കടയുടെ മുന്നിൽ നല്ല ക്യൂ കണ്ടത്. അത് അൽ അക്കർ സ്വീറ്റ്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അത് ഖത്തറിലെ പ്രശസ്തമായ ഒരു പലസ്തീനിയൻ ഡെസേർട്ട് ഷോപ്പാണ്. പ്രത്യേകിച്ച് കുനാഫയാണ് അവരുടെ പോപ്പുലർ ഐറ്റം. എന്നാൽ അത് തന്നെ ട്രൈ ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിച്ചു. നേരെ ക്യൂവിൽ ചാടിക്കയറി. വളരെ ടേസ്റ്റുള്ളതും ഒതൻറ്റിക്കുമായിട്ടുള്ള പലസ്തീനിയൻ സ്വീറ്റ് ഷോപ്പ് എന്നാണ് ഇവരെ അറിയപ്പെടുന്നത്. വ്യത്യസ്ത തരത്തിലുള്ള കുനാഫയും ബക്ലാവയും പിന്നെ അനേകം ഡിഫറെൻ്റ് ഐറ്റംസ് ഇവർക്കുണ്ട്. ചീസി കുനാഫ ഓർഡർ ചെയ്തു. ഒരു സ്ലൈസാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ എന്തുകൊണ്ടോ ആ പുള്ളി നമുക്ക് 2 സ്ലൈസ് തന്നു. ഇവിടെ നിന്ന് ഈ കുനാഫയൂടെ കഴിക്കാനുള്ള സ്ഥലം നമ്മുടെ വയറ്റിലില്ലാത്തത് കൊണ്ട് ഹോട്ടലിലേക്ക് നടന്ന് അവിടെ പോയിരുന്ന് കഴിക്കാമെന്ന് തീരുമാനിച്ചു. ആ നടക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗ്യാപ്പ് കിട്ടിയാലോ. കുനാഫയും ഒരു രക്ഷയില്ലായിരുന്നു, നല്ല കിടിലൻ സാധനം. ഇനി നമുക്ക് ഉറങ്ങാൻ സമയമായി. നാളെ രാവിലെ എണീറ്റ് എയർപോർട്ടിലേക്ക് പോകണം. അടുത്ത ദിവസം അതിരാവിലെ എണീറ്റ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി റെഡിയായി. ഇബ്രാഹിം ഞങ്ങളെ പ്രധാന റിസപ്ഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. നമ്മളവിടെ കാർവ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് റിസപ്ഷൻ്റെ അവിടെയാണ് വരുന്നത്. രാവിലെ ഈ ടൗൺ മൊത്തം ഫോഗ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഖത്തറിൽ നമ്മൾ ഇത്രയും ഫോഗ് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. റിസപ്ഷനിൽ സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ ടീ ടൈമിലേക്ക് നടന്നു. നമ്മുടെ അവസാന കറക്റ്റ് ടീ കുടിക്കാൻ. ഇങ്ങനെ ശാന്തവും സമ്മതനായിട്ട് കിടക്കുന്ന ഈ തെരുവിലൂടെ നടക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ സ്ഥലം ഞങ്ങൾക്ക് ഒരുപാട് മിസ് ചെയ്യും. ലേപ്പോസ് എന്ന ഈ തമ്പ് സ്റ്റാച്യു ഒറ്റയ്ക്ക് നിൽക്കുന്നു. ഇന്നലെ രാത്രി ഈ പ്രദേശം നിറഞ്ഞു കവിഞ്ഞു വരുന്ന ആൾക്കാരെ കൊണ്ട്. ടീ ടൈം എപ്പോഴും ഓപ്പണാണ്. ചായ കുടിച്ചുകൊണ്ട് നമ്മൾ റിസപ്ഷനിലേക്ക് പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളെ കൊണ്ടുപോകാനുള്ള കാറ് വന്നിരിക്കുന്നു. എയർപോർട്ടിലേക്ക് പുറപ്പെടാൻ സമയമായി. നമ്മളെ കൊണ്ടുപോകാൻ വന്നത് ഒരു ഓഡി ഹൈബ്രിഡ് കാറായിരുന്നു. സത്യം പറഞ്ഞാൽ ഇത്ര കുറഞ്ഞ പൈസയ്ക്ക് ഒരു ആഡംബര കാറ് ടാക്സി കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത് വല്ലാത്തൊരു സർപ്രൈസായിരുന്നു. ന്യൂസിലൻഡിൽ ഒരു ആഡംബര കാറിൽ ഊബർ സവാരി നടത്തുന്നത് നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റത്തില്ല. റോഡാണെങ്കിൽ മൂടൽമഞ്ഞ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യാത്ര അല്പം സ്ലോയാണ്. പക്ഷേ ടെൻഷൻ അടിക്കാനില്ല. നമ്മൾ ഒരുപാട് നേരത്തെയാണ് ഇറങ്ങിയിരിക്കുന്നത്. നേരത്തെ ഇറങ്ങിയത് അവിടെ ചെന്ന് കഴിഞ്ഞ് എയർപോർട്ട് ഒന്ന് ചുറ്റിക്കറങ്ങി കാണാൻ വേണ്ടിയാണ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. ടെർമിനൽ 3യിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഹമദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വലുതും നല്ല വൃത്തിയുള്ളതും ഒരുപാട് സൗകര്യങ്ങളുമുള്ളൊരു എയർപോർട്ടാണിത്. നമ്മുടെ ഫോണിലെ ഗൂഗിൾ മാപ്പ് വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് വഴി കാട്ടാൻ വേണ്ടി ഒരുപാട് സ്ക്രീനുകൾ ഇവിടെ ഉണ്ട്. നമുക്ക് പോകേണ്ട സ്ഥലം ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ അവിടെ പോകണം എന്നുള്ള വഴിയെല്ലാം ഇത് കാണിച്ചു തരും. ആദ്യം എന്തെങ്കിലും കഴിച്ചിട്ട് നടത്തം തുടരാമെന്ന് കരുതി നമ്മൾ ആദ്യം ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്, ഫുഡ് കോർട്ടിൽ. അങ്ങനെ എനർജി വേണ്ടെടുത്ത് നമ്മൾ ഇനി എയർപോർട്ട് ചുറ്റിക്കറങ്ങി കാണാനുള്ള സമയമായി. അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ ഈ രസകരമായ കാഴ്ച കാണുന്നത്. ഈ മൂവിങ് വാക്ക്വേയിൽ അറിയാതെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പുള്ളിക്കാരൻ കയറി നടന്നു. ചിരിച്ചുകൊണ്ടും ചെറിയൊരു നാണത്തോടെയും പുള്ളി അതിനെ നടന്നു തോപ്പിക്കാനും ഓടി തോപ്പിക്കാനും ഒക്കെ ശ്രമിക്കുകയാണ്. എയർപോർട്ടിൽ ഒരുപാട് ആർട്ട് ഇൻസ്റ്റലേഷൻസ് ഉണ്ട്. എവിടെ പോയാലും നമുക്ക് സ്കൾപ്ചേഴ്സും മോഡേൺ ആർട്ട് പീസസും ഒക്കെ കാണാം. ഇവിടെ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് ഇവിടുത്തെ ഓർക്കിഡ്. എയർപോർട്ടിനുള്ളിൽ തന്നെ ഉള്ള ഒരു ഇൻഡോർ ട്രോപ്പിക്കൽ ഗാർഡൻ. ഏറെ മരങ്ങളും 25,000-ലേറെ ചെടികളും ഈ ഗാർഡനിലുണ്ട്. ചെറിയ വാട്ടർഫോൾസും ഇതിനകത്തുണ്ട്. വിശ്രമിക്കാനും ഒരു കോഫിയൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്യാനും
ശാന്തമായിരിക്കാനും പറ്റിയൊരു സ്ഥലമാണ്. ലേ ഓവറിൻ്റെ സമയത്തൊക്കെ നിങ്ങൾക്ക് ബ്രേക്ക് വേണമെങ്കിൽ ഇവിടുത്തെ ലോഞ്ചുകളിലേക്ക് പോകാം. വാട്ടർഫാളും പൂളും ഒക്കെയുള്ള ലോഞ്ചുകളുണ്ട്. ഉറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. പായും സ്റ്റീം റൂമും സ്വിമ്മിംഗ് പൂളും ഒക്കെ ഇവിടെയുണ്ട്. കുട്ടികളുമായിട്ടാണ് യാത്ര ചെയ്തെങ്കിൽ ഇൻറ്ററാക്റ്റീവ് പ്ലേ സോണുകളും കുട്ടികൾക്ക് വേണ്ടിയുണ്ട്. എല്ലാം ചുറ്റും നടന്ന് കണ്ട് ആസ്വദിച്ചു. എല്ലാ കാഴ്ചകൾ കാണാനും എല്ലാ ടെർമിനലിലേക്കും 24/7 ട്രാം സർവീസുകളുണ്ട്. അതിനെ വിളിക്കുന്നത് പീപ്പിൾ മൂവർ എന്നാണ്. അതുകൊണ്ട് ഒരുപാട് നടക്കേണ്ട ആവശ്യമില്ല. ഇത് കണ്ടിന്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് വിമാനത്തിൽ കയറാൻ സമയമായി. നമ്മൾ നമ്മുടെ ടെർമിനലിലേക്ക് തിരിച്ചുപോയി. എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി. ഇനി ഈ ബസ്സിൽ കയറ്റിയാണ് നമ്മളെ ഫ്ലൈറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. ന്യൂസിലൻഡിൽ നിന്നും ഖത്തറിലേക്ക് വന്നത് ഖത്തർ എയർവേസ് വഴിയാണെങ്കിൽ ഖത്തറിൽ നിന്നും കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത് ഇൻഡിഗോ എയർലൈൻസ് ആണ്. അതുകൊണ്ട് ആദ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, ചെറിയ വിമാനമായിരിക്കും, ടൈറ്റായിട്ടിരുന്ന് പോകേണ്ടി വരുമെന്ന്. പക്ഷെ ശരിക്കും ഇത് ഖത്തർ എയർവേസിൻ്റെ വിമാനം തന്നെയാണ്. പക്ഷേ മാനേജ് ചെയ്യുന്നത് ഇൻഡിഗോ എയർലൈൻസ് ആണ്. ഇവർ തമ്മിലുള്ളൊരു പാർട്ണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഉള്ള സർവീസാണത്. ഫ്ലൈറ്റ് നിറഞ്ഞിരുന്നു. എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. നമ്മുടെ അടുത്തിരുന്ന ആൾ ജർമ്മനിയിൽ നിന്നും കേരളത്തിലേക്ക് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ജർമ്മൻ വിശേഷങ്ങൾ പറഞ്ഞു. താമസിയാതെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിരിക്കുന്നു. ഒരു സാൻഡ്വിച്ചും ചിപ്സും പിന്നെ ബെറി മിക്സും ഡ്രൈഡ് ഫ്രൂട്ട്സാണത്. ഖത്തർ എയർവേസിലൂടെ ബുക്ക് ചെയ്തതിനാൽ ഈ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ ടിക്കറ്റിൽ ഉൾപ്പെട്ടതാണ്. പക്ഷേ ശ്രദ്ധിക്കണം, നിങ്ങൾ ഖത്തറിൽ നിന്നും കേരളത്തിലേക്ക് പറക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്കുണ്ടാവില്ല. ഭക്ഷണം നിങ്ങൾ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. ഇതറിയാതെ ഭക്ഷണം മേടിച്ചവർ പിന്നെ പൈസ കൊടുക്കുന്നത് ഞങ്ങൾ കണ്ടു. ഏകദേശം 4 മണിക്കൂറിന് ശേഷം നമ്മൾ കേരളത്തിൻ്റെ മുകളിലൂടെ പറക്കുകയാണ്. നമ്മൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ തിരിച്ചെത്തി കേരളത്തിലേക്ക്, നമ്മുടെ നാട്ടിലേക്ക്.